അങ്ങനെ 21 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം വൈൻ പൊട്ടിക്കൽ പ്രോസസ്സാണ് ഇവിടെ കാണുന്നത്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഈ വൈൻ നമ്മൾ നന്നായിട്ട് ഇളക്കി വെക്കുന്നുണ്ടായിരുന്നു. ഇനി ഇത് നല്ല ഡ്രൈ ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു അരിപ്പ വെച്ച് നമ്മളിങ്ങനെ അരിച്ചെടുക്കണം. ഇപ്രാവശ്യം വൈനിട്ടപ്പോൾ സാധാരണയിൽ വിട്ട് കുറച്ച് കൂടുതൽ അളവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുക്കേണ്ടി വന്നേ. നിങ്ങളിപ്പോൾ കണ്ട 2x സ്പീഡിൽ ഇത് ചെയ്യണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമയവും ക്ഷമയും നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു പണിക്ക് ഇറങ്ങാൻ. ഒരു പ്രാവശ്യം നന്നായി അരിച്ചെടുത്തതിന് ശേഷം ചെറിയ ഹോൾസ് ഉള്ള സ്ട്രെയിനറിൽ വീണ്ടും അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ വർഷത്തെ വൈൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. വൈൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല കളർഫുള്ളായിട്ടുണ്ട്, പിന്നെ അടിപൊളി സ്മെല്ലും ആണ്. ഇതിൻ്റെ ഫസ്റ്റ് ടെസ്റ്റർ ഞാൻ തന്നെയായിരുന്നു. എന്തായാലും ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒഴിച്ചു. ഇനി ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ കേട്ടോ. ബൈ.